എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ജോലി രാജിവെച്ച് മുഴുവൻ നേരവും ഓഹരി വിപണിയിലേക്ക് ഇറങ്ങണോ, അത് നല്ലതാണോ എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു മെസ്സേജാണ്. അതായത് നമ്മുടെ ആദിത്യ സിംഘാനിയ ട്വിറ്ററിൽ കുറിച്ച ഒരു കഥ അല്ലെങ്കിൽ ഒരു മെസ്സേജാണ് ഇതിനാസ്പദമാക്കി പറയാനുള്ളത്. ആദിത്യ സിംഘാനിയ കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ പങ്കുവച്ച ഒരു കഥയാണ് നിക്ഷേപകർക്കിടയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം. പ്രമുഖ അമേരിക്കൻ ആഗോള ധനകാര്യ സ്ഥാപനമായ JP മോർഗനിലെ മുൻ കൺസൾട്ടൻ്റാണ് ആദിത്യ. ജോലി രാജിവെച്ച് മുഴുവൻ സമയം ഓഹരി വിപണിയിലേക്ക് ഇറങ്ങുകയും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഏകദേശം 1.5 കോടിയോളം രൂപയുടെ നഷ്ടം നേരിടുകയും ചെയ്ത ഒരാളുടെ കഥയാണ് ആദിത്യ സിംഘാനിയ എക്സിലൂടെ പങ്കുവച്ചത്. ആളുകൾ എപ്പോഴും വിജയകഥകൾ മാത്രമാണ് പ്രചരിപ്പിക്കുന്നതെന്നും നമ്മുടെ വരുമാനത്തിൻ്റെ ഏക വരുമാന സ്രോതസ്സ് ഓഹരി വിപണിയിൽ നിക്ഷേപം മാത്രമാണെങ്കിൽ അത് ലോകത്തെ ഏറ്റവും കഠിനമായ ജോലിയായിരിക്കുമെന്നാണ് ആദിത്യ സിംഘാനിയ പറയുന്നത്. നമ്മളുടെ നിരവധി വർഷത്തെ അധ്വാനത്തിൻ്റെ നേട്ടം ചിലപ്പോൾ ഒരു നിമിഷത്തെ തെറ്റുകൊണ്ട് ഒറ്റയടിക്ക് ഒഴിഞ്ഞു പോയേക്കാമെന്നും അദ്ദേഹം ഈ കഥയിലൂടെ ഓർമ്മിക്കുന്നുണ്ട്. അതായത് ആദിത്യ സിംഘാനിയ പറഞ്ഞ കഥ ഇതാണ്. ആദിത്യ സിംഘാനിയയുടെ വാക്കുകളിലൂടെ കഥ നമുക്ക് നോക്കാം. അടുത്തിടെ ഒരാളുമായി സംസാരിച്ചു. അദ്ദേഹം ജോലി രാജിവെച്ച് മുഴുവൻ സമയം ഓഹരി വിപണിയിലേക്ക് ഇറങ്ങിയ ആളാണ്. ഏകദേശം 1 കോടി രൂപ നിക്ഷേപിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. അതായത് 2022-23 കാലഘട്ടത്തിൽ. അതിനുശേഷം അദ്ദേഹം 1 കോടി രൂപ ലാഭം നേടി. അതായത് മൊത്തം തുക അപ്പോൾ 2 കോടി രൂപയായി. അതിൽ നിന്ന് ഏകദേശം 30 ലക്ഷം രൂപ അദ്ദേഹം ആദായ നികുതിയും അടച്ചു. തൊട്ടടുത്ത വർഷത്തിൽ അദ്ദേഹത്തിന് ഈ 30 ലക്ഷം രൂപ കിഴിച്ചുള്ള 1.70 കോടി രൂപ ക്യാപിറ്റലുമായി ഓഹരി നിക്ഷേപം വീണ്ടും നടത്തി. അതായത് ഊഹക്കച്ചവടങ്ങളിലൂടെ ആണ് അദ്ദേഹം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അടിപതറി. അതായത് 2023-24 അദ്ദേഹത്തിന് 1.4 കോടി രൂപ നഷ്ടമുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ബലത്തിൽ ക്യാപിറ്റൽ വെറും 30 ലക്ഷം രൂപ മാത്രമായി ചുരുങ്ങി. അതായത് പ്രാഥമികമായി നിക്ഷേപിച്ച 1 കോടി രൂപ ക്യാപിറ്റൽ ഇപ്പോൾ വെറും 30 ലക്ഷം രൂപയായി ഇടിഞ്ഞു. ക്യാപിറ്റലിൻ്റെ 70% നഷ്ടം വന്നു. ഇതിനിടെ 30 ലക്ഷം രൂപ ആദായ നികുതിയും അടച്ചു. അപ്പോൾ 35 ലക്ഷം രൂപ ബ്രോക്കറേജ് ഫീസും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്താണ് സിംഘാനിയ പറഞ്ഞ ആ വ്യക്തിക്ക് പറ്റിയ തെറ്റ്. അതിനുള്ള ഉത്തരം കഥയിൽ തന്നെ ഉണ്ട്. അതായത് വെറും സിമ്പിളാണ്. അതായത് ഓഹരി നിക്ഷേപത്തിലെ നഷ്ടവും റിസ്ക്കും കുറയ്ക്കാൻ സഹായിക്കുന്ന സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലെവലിൽ വരുമ്പോൾ മണി മാനേജ്മെൻറ്റ് കൃത്യമായി പാലിച്ചുകൊണ്ട് സ്റ്റോപ്പ് ലോസ് അദ്ദേഹം പ്രയോജനപ്പെടുത്തിയില്ല. അതാണ് അദ്ദേഹത്തിന് നഷ്ടം കൂടാനായിട്ട് കാരണം. രണ്ടാമത്തെ അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് എന്ന് വെച്ചാൽ റിവഞ്ച് ട്രേഡിംഗ് ആണ്. അതായത് ഒരിക്കൽ വലിയ നഷ്ടമുണ്ടാകുകയും എന്നാൽ അത് തരണം ചെയ്യാനെന്നോണം വീണ്ടും വിചാരമില്ലാതെ, അതായത് ഒരു വീണ്ടും വിചാരം നമ്മൾ ചിന്തിക്കാതെ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നതിനാണ് റിവഞ്ച് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ബലത്തിൽ റിവഞ്ച് ട്രേഡിംഗ് കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഗുണമുണ്ടായില്ല. ഇനി എന്തു ചെയ്യും എന്നാണ് അപ്പോൾ ഈ കഥ എക്സിലിട്ടപ്പോൾ ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ ചിലർ നിലവിലെ നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ കൈവശമുള്ള ക്യാപിറ്റലുമായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകുക എന്ന വഴി മാത്രമേ ഉള്ളൂ എന്ന് ചിലർ പറയുന്നു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ 1 കോടിയിലേക്ക് തിരിച്ചെത്താനായിട്ട് കുറച്ച് വർഷങ്ങളെടുക്കും. മറ്റു ചിലർ പറയുന്നത് എന്ന് വെച്ചാൽ സംയമനത്തോടെയും സമചിത്തതയോടെയും ഓഹരി നിക്ഷേപം നടത്താനുള്ള ഉപദേശം മറ്റു പലരും പങ്കുവച്ചു. വേറെ ചിലർ പറയുന്നത് വെച്ചാൽ ഓഹരി നിക്ഷേപത്തിലെ ഒരു ഇരുണ്ട വശമാണിതെന്നാണ് പറയുന്നത്. ഇതുപോലത്തെയുള്ള കാലഘട്ടത്തിലൂടെ തരണം ചെയ്തിട്ടാണ് നല്ലൊരു നിക്ഷേപകൻ അല്ലെങ്കിൽ നല്ലൊരു ട്രേഡറായി മാറുക എന്നാണ് വേറൊരു വിഭാഗം പറയുന്നത്. അതുകൂടാതെ ബുദ്ധിപൂർവ്വം നല്ല ഓഹരികൾ കണ്ടെത്തി, ഫണ്ടമെൻ്റൽ നല്ല കണ്ടെത്തി അതിലൊരു ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് നടത്തിയിട്ട് അതിൽ നിക്ഷേപം നടത്തിയാൽ അടുത്ത 2-3 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് നഷ്ടമായ ക്യാപിറ്റൽ തിരിച്ചു പിടിക്കാനാകുമെന്നും വേറൊരു വിഭാഗം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.